ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇങ്ങനെ ഇവരെന്ത് ഈ സ്പെക്സ് വെച്ചിട്ട് ഇപ്പോൾ കുറേ ഞാൻ വ്ളോഗിൽ സ്പെക്സ് വെക്കാത്തത്. ഗ്ലാസ് എന്ന് പറയാൻ കഴിയില്ല, സ്പെക്സ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പം കുറച്ചായിട്ട് ലൈവിൽ വെക്കലുണ്ട്, പക്ഷേ വ്ളോഗിൽ അങ്ങനെ സ്പെക്സ് ഇപ്പം വെക്കില്ല. അപ്പോൾ കൂടുതൽ സ്നേഹിതരുടെ അഭിപ്രായം മാനിച്ച് ഞാൻ വീണ്ടും നമ്മളെ സ്പെക്സ് വെച്ചിരിക്കുകയാണ്. കാണുന്നുണ്ട്, കാണാണ്ടൊന്നും നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ സമയം എന്താ അറിയാം? ഇപ്പോൾ സമയം 7:30 മണിയാണ് കേട്ടോ, മരുവിന്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല, എനിക്കൊന്ന് സ്റ്റുഡിയോ പോകണം. സ്റ്റുഡിയോ പോയിട്ട് 2-3 ഫയൽ കോപ്പി ചെയ്യാനുണ്ട്. കാരണം ചേട്ടൻ്റെ വർക്ക് ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചേട്ടൻ്റെ വർക്കിൻ്റെ 1-2 ഫയൽ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ അത് കോപ്പി ചെയ്യണം, അത് സ്റ്റുഡിയോ പോകണം. പിന്നെ നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ അപ്ഡേഷൻ. ഫിഷ് ടാങ്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ, മിന്നാന്ന് കണ്ട പോലെ തന്നെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫിഷ് ടാങ്ക് മിന്നാന്ന് എങ്ങനെ കണ്ടിനി അതുപോലെ തന്നെ. ഫിഷ് ടാങ്ക് എന്ന് പറയാൻ കഴിയില്ല, ഇപ്പോൾ കല്ല് വെച്ച് കെട്ടിയിട്ടേ ഫിഷ് ടാങ്ക് ആയിട്ടില്ല. ഞാൻ പിന്നെ പോയിട്ട് ഷീറ്റ് വാങ്ങിനി. പിന്നെ ഷീറ്റ് വാങ്ങുന്ന അന്ന് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, വേഗം പോയിട്ട് ഷീറ്റ് വാങ്ങിയിട്ട് വന്നു മിന്നാന്ന്. ഷീറ്റ് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിന്. അപ്പോൾ എന്ന് വെച്ചാൽ 2 പേര് കല്ല് കെട്ടിയാലും അഭിപ്രായങ്ങൾ വന്നു. 3 പേര് കെട്ടിക്കൂടെ, 3 പേര് കെട്ടിയാൽ കുറച്ചും കൂടെ. അപ്പോൾ 3ാമതൊരു വരിയും കൂടി ഇപ്പോൾ കെട്ടണം. ചെറുതാട്ടെ, വലുതൊന്നല്ല, കാണിച്ചു തരാം, ചെറിയ. അപ്പോൾ അതിനൊരു സമയം കണ്ടെത്തണം ഇപ്പോൾ. എന്നിട്ട് വേണം ഷീറ്റ് വിരിക്കാൻ. ഷീറ്റ് വിരിച്ചിട്ടാണ് അതിൽ വെള്ളം നിറക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ട്രെയിലടിച്ച് നോക്കി. ഇപ്പോൾ ഈ 2 പേര് കല്ലിൽ ഞാൻ വാങ്ങിയ ഷീറ്റ് വിരിച്ചിട്ട് വെള്ളം നിറച്ച് നോക്കി കേട്ടോ. അതെല്ലാം കാണിച്ചു തരായിരുന്നല്ലേ, ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. ഫ്ലിക്കറിങ് ഉണ്ടോ നല്ലോണം? ഇല്ലപ്പോൾ ചെറിയ ഫ്ലിക്കറിങ് അല്ലേ. ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ. ഓക്കെ, ഇതാ വാങ്ങിയ ഷീറ്റ് ഇതാ. ഇവിടെയെല്ലാം നല്ല ഫ്ലിക്കറിങ് വരുന്നുണ്ടല്ലോ. ഇതാ ടാങ്ക് 2 കല്ല് കെട്ടിയിട്ടുണ്ട്, ദോക്കൽ. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയ ഷീറ്റ്. ഇതിന് കിലോ ഷീറ്റ് എന്ന് പറയും, കിലോ ഷീറ്റ്. അപ്പോൾ ആരുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇനിയും കുറേ പണികളുണ്ട്. അതിലൊന്നുമില്ല, കല്ല് ഒരു ലൈൻ കല്ല് കെട്ടണം. കല്ല് കെട്ടിയിട്ട് ഷീറ്റ് വിരിച്ചിട്ട് അതിന് മുകളിൽ വെള്ളം ഒഴിക്കണം. ഷീറ്റിൻ്റെ മുകളിൽ, അതായത് ഷീറ്റിൽ വെള്ളം ഒഴിക്കണം, അതായത് ഫിഷ് ടാങ്കിൽ വെള്ളം ഒഴിക്കണം. ഷീറ്റ് വിരിച്ച് തന്നെ തീർന്ന് പ്രശ്നം കഴിഞ്ഞ്. ഷീറ്റ് വിരിക്കുന്നതിനുള്ള അതിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു വേറെന്തെങ്കിലും ഷീറ്റ് വിരിക്കണം, അല്ലെങ്കിൽ കല്ലിന് മുട്ടിയിട്ട് ഹോൾസ് വരാൻ, നമ്മൾ ഷീറ്റ് ഹോൾസ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതിനാണ് ഈ സാധനം. അതിനാണ് ഇതിനാണ് കൊണ്ടുവച്ചത്. ഇങ്ങനത്തെ ഒരു 2-3 എണ്ണം ഉണ്ട്. അതവിടെ പിരിച്ച് കഴിഞ്ഞാലേ സംഭവം സെറ്റാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റ് ഇടും. ബാക്കി ഡീറ്റെയിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, നാളത്തെ വീഡിയോയിൽ പറയാം. വേറെന്താന്ന്, സ്പെക്സ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, സ്പെക്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ബാക്ക് നങ്ങുന്നൊന്നും മിന്നുന്നുണ്ടാ? അത് മിന്നാമിനിങ്ങല്ല, അത് നമ്മളെടുത്ത സ്ട്രീറ്റ് ലൈറ്റാണ്. ആ റോഡ് സൈഡിൽ നിന്ന്, നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള റോഡ് സൈഡിൽ നിന്ന് മിന്നുന്ന മിന്നുങ്ങേ മിന്നുങ്ങേ ഇങ്ങോട്ടാണ് തിടുക്കം. ഇവിടെയും മിന്നാമിനിങ്, ആടെയും മിന്നാമിനിങ്. വീട്ടിൽ മിന്നുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ മിന്നുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഫ്ലിക്കറിങ് ആയിട്ട് പോവാ. ചെറിയൊരു വീഡിയോസ് കേട്ടോ. ഓക്കെ, വിടാം. പോയിട്ട് ഏതായാലും ഉള്ള ചായയും കുടിക്കാം. വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊഴിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അഷഫ് കണ്ണൂർ. ഒന്ന് ഫോളോ ചെയ്യട്ടോ. അഷഫ് കണ്ണൂർ സെർച്ച് ചെയ്യുക, എന്നിട്ട് ഫോളോ ചെയ്യട്ടോ. പൊളിക്കമ്മ അല്ല. പിന്നെ നേരത്തെ ഞാൻ നടക്കാൻ പോയി അങ്ങോട്ടേക്ക്, നമ്മുടെ വീടിന് മുമ്പിലോട്ട് നടക്കാൻ പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വണ്ണാമ്പലം ഇങ്ങനെ ഉണ്ടാവും. സൈഡിലെ ചെടിക്കുന്ന അപ്പുറത്തെ ചെടി, റോഡിൻ്റെ അപ്പുറത്തേക്കെല്ലാം ഇങ്ങനെ ക്രോസ് ചെയ്ത് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മുഖത്തേക്കെല്ലാം നടക്കുമ്പോൾ മുഖത്തെല്ലാം വണ്ണാമ്പലം ഇങ്ങനെ മുഖത്തെല്ലാം ആകുമ്പോൾ ഒരു ചോർച്ചിൽ വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എനിക്ക് വീട്ടിൽ നടന്നിട്ട് വീട്ടിൽ വന്ന് കയറിയ മുതലൊരു ചോർച്ചിൽ. അല്ലാൻ്റെ മോനെ ചൊറിയുന്നു വണ്ണാമ്പലൻ്റെ ചോർച്ചിൽ. പിന്നെ ഇന്ന് ജിം കളിക്കാൻ പോകുന്ന സമയം, ഇന്നലെ ഈ സമയത്ത് പോയിട്ട് ജിം കളിച്ചിട്ട് വരാൻ കുറേ ലേറ്റായി. ഏതായാലും ആടെത്തിയിട്ട് പറയാം, പോവാം. നമ്മുടെ മിന്നാമിനിങ് സ്ട്രീറ്റ് ലൈറ്റ്. ഇതാണ് നമ്മളെ മിന്നാമിനിങ് സ്ട്രീറ്റ് ലൈറ്റ്.
പോവാ പോകാം നമുക്ക് പോകാം. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള മിന്നാമിനുങ്ങ സ്ട്രീറ്റ് ലൈറ്റ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം. സോറിയാ ഇവിടെ ഞാനങ്ങനെ പഴങ്ങളെത്തി വണ്ടി അവിടെ വെച്ച് സ്റ്റുഡിയോയിലേക്ക് ഇറക്കട്ടാ. ജേർനെല്ലാം കണ്ടിട്ട് സാധനം വാങ്ങിച്ച് ബേക്കണം. ഓക്കെ എന്നിട്ട് നമുക്ക് ചാടിക്കാൻ പോവാം. ഓക്കെ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ. സ്റ്റുഡിയോ ഇറങ്ങി കേട്ടോ. വണ്ടി അപ്പുറം വെച്ചിന് പോയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കണം. വൈകിട്ട് കുടിച്ചില്ല അതായത് ഒരു ഗ്ലാസ് ചായ രസമല്ലേ. അവിടെ പോയി ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് നടന്നിട്ട് പോകാം. എൻ്റെ വണ്ടി അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ നടന്നു പോയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരാം. ഇതിന് കുടുക്കില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തോ പോലെയാണ്. ഇനി ബട്ടണ് ഇവിടെ ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് കുടുക്ക് ബട്ടൺ. ഞാൻ ബട്ടൺ എന്നും പറയും കൊടുക്കുമെന്ന് പറയും. കൊടുക്ക് നമ്മളെടുത്ത നമ്മളെ സ്ലാങ് അങ്ങനെയാണ്. കൊടുക്ക് ബട്ടൺ അങ്ങനെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ചായ കുടിച്ചിറങ്ങി. സമോസ അവിടെ ചാടിക്കാൻ വേണ്ടിക്കുമ്പോഴത്തേക്ക് അവിടെ അറിയുന്ന രണ്ടാൾക്കാരുണ്ടായിരുന്നു. കൂടെ പഠിച്ച 10ാം ക്ലാസ് +1 +2 പുതിയങ്ങാടി പഠിച്ച നമ്മൾ സദ്ദാം ഉണ്ടായിരുന്നു. സദ്ദാമും വേറെ ചങ്ങായിൻ്റെ. ഞാൻ അവരോട് സംസാരിച്ചിരുന്ന് അത് കാണിക്കാൻ വിട്ടുപോയി. അത് സംസാരത്തിൻ്റെ ഇതിലായി പോയി. ജിമ്മ് വർക്കൗട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രി മിന്നാന്നും ഇന്നലെ രാത്രിയാണ് കളിച്ചിന്. 2 ദിവസം കളിച്ചത് മിന്നാന്നും ഇന്നലെയും രാത്രിയാണ്. സമോസ കളി 9 മണിക്ക് കളി തുടങ്ങി. 10 മണി 9:45 കളി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു 10:15 എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് കുളിച്ച് പിടിച്ച് കിടക്കുമ്പോഴത്തേക്ക് കുറേ ലേറ്റാണ്. എന്തായാലും ഇന്ന് എപ്പോഴും കുറച്ച് ലേറ്റ് ആവലുണ്ട്. എപ്പോഴും ലേറ്റ് തന്നെയാണ് കിടക്കാൻ. പക്ഷേ ഇത് ഭയങ്കര ലേറ്റാണ്. അതുപോലെ രാവിലെ എണീക്കാനും ലേറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ച് നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീച്ചിട്ട് പറ്റുമെങ്കിൽ രാവിലെ ജിമ്മിന് പോകും. അതായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ നോക്കിയിട്ട് കളിക്കാൻ വരാം. ഓക്കെ. കാരണം ലേറ്റായിട്ട് കിടന്നതിന് എന്തായാലും ലേറ്റായിട്ട് എണീക്കില്ല. ഉറപ്പാണ് ലേറ്റായിട്ട് എണീക്കില്ല. അപ്പോൾ വർക്കൗട്ട് നടക്കില്ല എന്നാൽ മാത്രമല്ല ആ ദിവസം തന്നെ പോയി. ഒരു ദിവസം ഇങ്ങോട്ട് പോവും. തീരെ മൂടുണ്ടാവില്ല. ഒരു 11 മണിക്കെല്ലാം 10 മണിക്ക് 11 മണിക്കെല്ലാം ഉറങ്ങി എണീക്കുമ്പോണ്ടല്ലോ മനുഷ്യനെ മൂട് എന്ന് പറഞ്ഞ സാധനം മൊത്തം പോകും. ദിവസം കഴിഞ്ഞ് അതാ സംഭവം. അപ്പോൾ നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീച്ചാൽ ദിവസം ഭയങ്കര ദൈർഘ്യമായിരിക്കും. ഞാൻ മാത്രമൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ട്. നിങ്ങളും അങ്ങനെയല്ലേ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യും, അല്ലെങ്കിലും കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഇന്ന് ശരിക്കും എനിക്കിപ്പോൾ വർക്കൗട്ട് ചെയ്യേണ്ട ടൈമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഉള്ളത് പയങ്ങളിലുള്ളത്. ശരിക്കും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കയറിയിട്ട്, പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് രാത്രിയുള്ള വർക്കൗട്ട് കഴിഞ്ഞിട്ട് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. രാവിലെ ആകുമ്പോൾ ഉറക്കിൻ്റെ സമയത്ത് എല്ലാം ആയല്ല. ഏത് വർക്കൗട്ടിന് വേറെ സമയം കാണണ്ട. രാത്രിയാകുമ്പോൾ വർക്കൗട്ടിന് വേറെ സമയം കാണണം. പകലാകുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വേറെ സമയം അതിനായിട്ട് വേറെ ഉറങ്ങുന്ന ആ ഒരു സമയം ഉറങ്ങിക്കഴിഞ്ഞ പാട് എണീച്ചിട്ട് വരാമല്ലോ. രാത്രിയാകുമ്പോൾ വൈകിട്ടാകുമ്പോൾ അടങ്ങ് പോകാനുള്ള തിരക്കായിരിക്കും. തിരക്കുള്ള ദിവസം വിചാരിക്കും അതിൽ ഇന്ന് പോകണ്ട നാളെ പോകാം. അപ്പോൾ നാളെ ആയിരിക്കും മറ്റന്നാൾ പോവാം. അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്ന് പോയിട്ടാണ് മക്കളെ ഇത്രയും കാലം കളിക്കാണ്ടായത്. മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് പോയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വർക്കൗട്ട് ചെയ്യായിരുന്നു സ്ഥിരമായിട്ട്. ഓക്കെ. അപ്പോൾ വീടിന് വിടാം കേട്ടോ.